എനിക്ക് അച്ഛൻ പറഞ്ഞ സന്ദേശം, എൻ്റെ പേര് സ്റ്റാൻലി, സ്ഥലം പടുതല. എനിക്ക് പറയാനുള്ള അച്ഛൻ പറഞ്ഞ സന്ദേശം, ഒരു ഷെഡ് ദർശനം വടക്കോട്ടും അടക്കള ഭാഗം തെക്കോട്ടും നിൽക്കുന്ന ഷെഡ് വിൽക്കാനായിട്ട് ദൈവം കാണിക്കുന്നു. അത് വിറ്റ പൈസ കൊണ്ട് വീട് വെക്കാനായിട്ട് കാണുന്നു. അത് സന്ദേശമായിട്ട് കാണുന്നു എന്ന് പറഞ്ഞു. അത് എൻ്റെ തന്നെ ആണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം ഇത് ഞാൻ വൈഫും കൂടി കുറച്ച് നാളുകളായിട്ട് വളരെ ആലോചിച്ച് തിരഞ്ഞെടുത്ത ഒരു കാരണമാണ്. അപ്പോൾ വിൽക്കാനായിട്ട് ആ ഷെഡ് മാത്രമേ വിൽക്കാനായിട്ട് ഇപ്പോൾ സാധിക്കാൻ പറ്റുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ കുറച്ച് നാൾ വീട്ടിൽ ആലോചിച്ച ശേഷം ഇവിടെ ധ്യാനം കൂടാൻ വരുന്നത്. ഞങ്ങളുടെ തീരുമാനം തന്നെയാണ് അച്ഛൻ്റെ ഭാഗത്തുനിന്ന് സന്ദേശത്തിലൂടെ ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഷെഡിൻ്റെ വിവരങ്ങൾ ഞങ്ങളുടേതാണെന്ന് ഉറച്ച് പറയാനായിട്ട് ഉണ്ടായ കാരണങ്ങൾ അത് തന്നെ. ഈ രണ്ട് പേരോട് ഇവിടെ വന്നിരിക്കുക. സുനിൽ അഗസ്റ്റിൻ, സാക്ഷ്യം പറയുന്ന റാണി തോമസ് കുറുപ്പശ്ശേരി. അതുപോലെ ഗ്രേസി ജെറോം അവിടെ കൗണ്ടറിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യണം. ഗ്രേസി ജെറോം, വടശ്ശേരി ഹൗസ്. സാക്ഷ്യം പറയാനുള്ളത് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. സാക്ഷ്യം പറയുന്നവർ മരിയൻ തപസ് കൂടിയിട്ടാണ് സാക്ഷ്യമെങ്കിൽ അത് മരിയൻ തപസ്സിൽ എന്നെടുത്ത് പറയണം. കാര്യം ഇത് വെബ്സൈറ്റിൽ കയറി പോകുന്നതാണ്. സിസ്റ്റർ ക്രിസ്റ്റീന മെൻഡസ്. എൻ്റെ പേര് സിസ്റ്റർ ക്രിസ്റ്റീന മെൻഡസ്. എൻ്റെ വീട് വടുതല. ഞാൻ ഇറ്റലിയിൽ ജോലി ചെയ്യുന്നു. എനിക്ക് പല കാലങ്ങളായി എൻ്റെ ഷോൾഡർ വേദന. ഇപ്പോൾ ഇവിടെ വന്ന് ധ്യാനം നടത്തിയതിന് ശേഷം ഈ 2 ദിവസമായിട്ട് എനിക്ക് ഒരു വേദനയും കാണാനില്ല. പിന്നെ എൻ്റെ കാലിന് വിരലിൻ നഖങ്ങളെല്ലാം പൊടിഞ്ഞ് പോകുന്ന പോലെയാണ്. പക്ഷേ ഇന്ന് അച്ഛൻ അത് ക്യൂറാക്കുന്നെന്ന് പറഞ്ഞു. അപ്പം ഇതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം. അച്ഛൻ പറഞ്ഞ മെസ്സേജ് തന്നെയാണ് അച്ഛനെ കാണുക. അതുകൊണ്ട് നന്നായിട്ട് കരങ്ങളടിച്ച് ഈശോയെ ഒന്ന് മഹത്വപ്പെടുത്തുക. അടുത്ത അമലാപ്പോൾ പത്താഴപ്പുരിക്കൽ. എൻ്റെ പേര് അമലാപ്പോൾ. ഞാൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് എൻ്റെ വീട്. അച്ഛൻ സ്കിന്നിൽ അലർജി മാറുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സൗഖ്യം കിട്ടിയത്. എൻ്റെ സ്കിന്നിൽ ഇവിടെ വരുന്നതിന് മുമ്പ് 3 നേരം ഞാൻ ഓയിൻമെൻറ്റ് യൂസ് ചെയ്യായിരുന്നു. അത്രയും അലർജി ആയിരുന്നു. അത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര ചൊറിച്ചിലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇതുവരെ ആ ഓയിൻമെൻറ്റും യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ഇതുവരെ ആ അലർജിയും വന്നിട്ടില്ല. യേശു നന്ദി, യേശു സ്തുതി. ബേസിൽ എം ജെ, മരിയൻ തപസ്സിലാണെന്ന് എടുത്ത് പറയണം ആണെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ബേസിൽ, സ്ഥലം മാവേലിക്കര. ശാരീരികമായ ഒരു രോഗശാന്തി പറയാനല്ല, എനിക്ക് അച്ഛൻ്റെ ക്ലാസ്സിലൂടെ പ്രത്യേകിച്ച് കൃപാഭിഷേക ധ്യാനം ആണല്ലോ. അപ്പോൾ എങ്ങനെ ഈ കൃപ ലഭിക്കും? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കൃപയ്ക്ക് മേൽ കൃപ. അപ്പോൾ എനിക്കിതുവരെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ഞാൻ വിചാരിച്ചു
കൂടുതൽ എമൗണ്ട് കൂടുന്ന ഗ്രേസ് ആയിരിക്കും എന്ന് വിചാരിച്ചു. എന്നാൽ അത് വളരെ പ്രത്യേകമായിട്ട് കൃപയ്ക്ക് മേൽ എന്നുള്ളത് ബേസിക് ഗ്രേസും അതിന് മേൽ അക്വയർഡ് ഗ്രേസും ഉണ്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ഫോർമുല എല്ലാം വളരെ ബിബ്ലിക്കലായിട്ട് കൺവിൻസ് ആക്കുന്ന രീതിയിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അങ്ങനെ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് വളരാനുള്ളൊരു ആഗ്രഹം മനസ്സിൽ ശക്തമായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ജോവിന മൊളോയിജെ. എൻ്റെ പേര് ജോമിന മോളീജെ. ഞാൻ മരിയൻ കൃപാഭിഷേക ധ്യാനത്തിൽ വന്നപ്പോൾ വിസ പ്രശ്നത്തിന് അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു പള്ളിയിൽ 16 മാസമായിട്ടുള്ള വിസ പ്രശ്നം പരിഹരിക്കപ്പെട്ടെന്ന്. ഞാൻ ചൊവ്വാഴ്ച ഇവിടെ വന്ന് ധ്യാനത്തിന് കൂടി. ബുധനാഴ്ച എൻ്റെ LMIക്ക് അപ്രൂവൽ കൊടുത്തേക്കുമായിരുന്നു. അതെനിക്ക് LMIയുടെ അപ്രൂവൽ പേപ്പർ കിട്ടി. ഇനിയിപ്പോൾ 3 മാസത്തിനകം കാനഡയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വരുന്നത് തന്നെ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ ഇവിടെ വന്നത് ബസ്സേ വെച്ചൊരു ചേച്ചി ഉണ്ട്. ചേച്ചി എന്നോട് പറഞ്ഞു ഇങ്ങനെ കൃപാഭിഷേക ധ്യാനത്തിൽ ഇവിടെ മരിയൻ കൃപാസന സെൻറ്ററിൽ പോയി ധ്യാനം കൂടിയാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടും. പിന്നെ അവിടെ തേൻ ഉണ്ട് അച്ഛൻ വെഞ്ചരിച്ചിരുന്നത്. അത് കൊടുത്താൽ കൊച്ചിന് ജലദോഷമൊക്കെ മാറും. ഞാൻ മെയിനായിട്ട് തേൻ കൊടുത്താൽ കൊച്ചിന് എപ്പോഴും ജലദോഷം വരുമായിരുന്നു. അപ്പോൾ തേൻ കൊടുത്ത ജലദോഷം മാറും. അത് മേടിക്കാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ എനിക്ക് അഡ്രസ്സൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ അന്തോണീസ് പുണ്യാളച്ചൻ്റെ പള്ളിയിൽ പോയപ്പോൾ അവിടെ നിന്നാണ് കൃപാസനം പത്രം കിട്ടിയത്. ആ പത്രത്തിൽ നിന്ന് എനിക്ക് അഡ്രസ്സ് കിട്ടി. ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് ഉടമ്പടി പ്രാർത്ഥന ഞാൻ നെറ്റിക്കടെ അതിനു മുമ്പ് പത്രത്തിൽ നിന്ന് ചെയ്തായിരുന്നു. അന്നേരം എനിക്ക് ഞങ്ങളുടെ ഏജൻസിയിൽ നിന്ന് ഓരോ ബാച്ചായിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പം ആദ്യത്തെ ഈ LMIയിൽ അപ്രൂവൽ ആദ്യം കൊടുത്ത ബാച്ചുകാർക്കെല്ലാം 9 മാസം കഴിഞ്ഞാണ് കിട്ടിയത്. എനിക്ക് 2 മാസം കഴിഞ്ഞ് അപ്രൂവൽ കിട്ടി. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് എന്തോ ജോമിനയ്ക്ക് മാത്രം എന്താ ഇത് കിട്ടിയത്, എന്തോ അത്ഭുതമാണ് ഇതെന്ന് ഏജൻസിക്കാർ തന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞാനിങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ എനിക്ക് ഉടമ്പടി പ്രാർത്ഥന എടുക്കാൻ പേടിയായിരുന്നു. കാരണം അതിൻ്റെ അകത്ത് ഉടമ്പടി പാലിച്ചില്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഉടമ്പടി പാലിച്ചില്ലെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് ഞാൻ കുറേ ദിവസമായിട്ട് ഉടമ്പടി പ്രാർത്ഥന എടുത്തില്ല. അപ്പം LMI അപ്രൂവൽ കിട്ടിയ എൻ്റെ പേപ്പർ പെട്ടെന്ന് കിട്ടണ്ട. പക്ഷേ എനിക്ക് പേപ്പർ കിട്ടിയില്ല. അപ്പം ഞാൻ തീരുമാനിച്ചു എന്തായാലും ഉടമ്പടി പ്രാർത്ഥന എടുക്കാം. അങ്ങനെ ഉടമ്പടി പ്രാർത്ഥന എടുക്കാൻ വന്നു. ഉടമ്പടി പ്രാർത്ഥന എടുക്കാൻ വന്നപ്പോൾ അച്ഛനെ കാണണമെങ്കിൽ മരിയൻ കൃപാഭിഷേക ധ്യാനം കൂടുവാണെങ്കിൽ പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മരിയ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കുചേർന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ ആ ഏജൻസി വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഡൽഹിക്ക് ഈ ആഴ്ച അവരുടെ ഏജൻസിയിൽ നിന്ന് ആൾക്കാർ പോകുന്നുണ്ട്, ചിലപ്പോൾ വന്നെങ്കിൽ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച അറിയിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പോലത്തെ ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞ് തിങ്കളാഴ്ച വിളിച്ചു ചോദിക്കാൻ വന്നോ ഇല്ലയോ എന്ന്. ബുധനാഴ്ച ഞാൻ ഇന്നിപ്പോൾ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ പറഞ്ഞു ബുധനാഴ്ച തന്നെ എൻ്റെ LMI അപ്രൂവലായ പേപ്പർ കിട്ടിയെന്ന്. ഹസ്ബൻഡ് ഇന്നത് പാലായിലുള്ള ഏജൻസി പോയി ആ പേപ്പറും വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. താങ്ക് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ത്രേസ്യാമ്മ ജോസ് അരസർകടവിൽ. ത്രേസ്യാമ്മ ജോസ് അരസർകടവിൽ. അടുത്ത ആൾ സുനിൽ അഗസ്റ്റിൻ. അത് വിളിച്ചതാണ്, സാക്ഷ്യം പറയാനായിട്ട് വിളിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ത്രേസ്യാമ്മ ജോസ് അരസർകടവിൽ. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് ഒരാഴ്ചയായിട്ട് ഭയങ്കര തോള് വേദനയായിട്ട് ഞാൻ മരുന്ന് എടുത്തുകൊണ്ടിരുന്നായിരുന്നു. ഇപ്പോൾ വന്നിട്ട് മരുന്നൊന്നും കഴിച്ചില്ല. ഇപ്പോൾ നന്നായിട്ട് വേദനയെല്ലാം കുറഞ്ഞു. പിന്നെ മാതാവിനോട് ഞാൻ ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ടായിരുന്നു. മാതാവിനോട് ഞാൻ മാപ്പ് ചോദിച്ചുകൊണ്ടാണ് ഉടമ്പടി പറയുന്നത്. എന്ന് വെച്ചെന്നാൽ എനിക്ക് വന്ന് സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചില്ല. എൻ്റെ 2 മക്കളുടെയും പ്രായം കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞിട്ട് വിവാഹം ഒന്നും നടക്കാതിരുന്നിട്ട് ഞാനിവിടെ ഒന്ന് ഉടമ്പടി പ്രാർത്ഥന എടുത്തിരുന്നു. ആ ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിച്ച് 1 മാസം കഴിഞ്ഞപ്പോഴത്തേനെ എൻ്റെ ഒരു മകൻ്റെ കല്യാണം ശരിയായി. പക്ഷേ എനിക്ക് വന്ന് സാക്ഷ്യം പറയാനായിട്ടുള്ള സാഹചര്യം ഒന്നും ഒത്തില്ല. പിന്നെ ആട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് വരാനായിട്ട് ഒരുങ്ങുമ്പോഴൊക്കെ എല്ലാം മുടക്കായിരിക്കും. എന്തെങ്കിലും തടസ്സം കാരണം എനിക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ കല്യാണമൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞ് പിന്നെ വരാമെന്ന് പറഞ്ഞിരുന്നപ്പോൾ എനിക്ക് അതിലും വലിയൊരു കാര്യമുണ്ടായി. എൻ്റെ മകൻ ദുബായിൽ വെച്ച് മരിച്ചുപോയി. അപ്പോൾ എനിക്ക് പിന്നെ ഒന്ന് വന്ന് പറയാനുള്ള ഒരു എന്തുമില്ലായിരുന്നു. പക്ഷേ അവൻ പോകാൻ നേരത്ത് യോസപ്പച്ചനയ്ക്ക് വന്ന് പ്രാർത്ഥിച്ച് അവനൊരു കൊന്ത കൊടുത്തിരുന്നു. ആ കൊന്തയും കുരിശും ഒക്കെ ആയിട്ടാണ് അവൻ പോയത്. അവൻ ഭയങ്കര ഭക്തനായിരുന്നു, ഭയങ്കര
നല്ല ഈ പ്രാർത്ഥനയോടൊക്കെ ഭയങ്കര ചൈതന്യമുള്ളവനായിരുന്നു. അപ്പോഴവൻ അന്ന് കരുണയുടെ ദിവസം കർത്താവിൻ്റെ കരുണയുടെ ദിവസം അവൻ അത്താഴമൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവനെപ്പോഴും അച്ഛൻ കൊടുത്ത അച്ഛൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം വിശ്വാസമായിരുന്നു അവന് ഭയങ്കര. എന്നേരം എൻ്റെ അടുത്ത് വിളിച്ച് പറയുമായിരുന്നു, അമ്മച്ചി അച്ഛനൊക്കെ പറഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് അവന് ഭയങ്കര വിശ്വാസമായത് കാരണം അവൻ പോകാൻ നേരത്തുമല്ല അച്ഛൻ്റെ അടുത്ത് വരും. അച്ഛനും അവന് പ്രിയപ്പെട്ടവനായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് പ്രാർത്ഥിച്ചുമൊക്കെ പോയി വളരെ സന്തോഷമായിട്ട് ജോലിയിലൊക്കെ കയറി പോയി. ഒരു ദിവസം 5 പ്രാവശ്യം വെച്ച് അവനെ ഞങ്ങൾ വീട്ടിൽ വിളിക്കുമായിരുന്നു. അങ്ങനെ വിളിക്കുകയും എല്ലാവരോടും സ്നേഹമായിട്ടൊക്കെ പെരുമാറിയും ഭയങ്കര സന്തോഷമായിരുന്നു. അവനും ആ ദുബായ് ജീവിതം ഭയങ്കര സന്തോഷമായിരുന്നു. എന്ന് വെച്ചാൽ ഇവിടുന്ന് പോയപ്പോൾ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കുറേ പത്രങ്ങൾ, അച്ഛൻ്റെ പുസ്തകങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവൻ പ്രേക്ഷിത പ്രവർത്തനം അവിടെയും ചെയ്യുമായിരുന്നു. അവൻ അവിടെ സമയമുള്ളപ്പോഴൊക്കെ പോയി അഖണ്ഡജപമാല നടത്തുമായിരുന്നു. അങ്ങനെയൊക്കെ ഭയങ്കര പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അവനോട് എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു. അവനെ എല്ലാവരോടും ഭയങ്കര സ്നേഹമായിരുന്നു. കാരണം അവൻ്റെ അവിടെ ചെന്നിട്ട് ദുബായിൽ ചേട്ടൻ ദിവസവും വിളിക്കുകയും അവനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ കമ്പനി വേറെ അതിലും അവൻ ചെയ്ത ജോലിയേക്കാൾ ഉയർന്ന ജോലി കൊടുക്കുകയൊക്കെ ചെയ്ത് മാസം ഓരോ വർഷവും വരുവാനുള്ള വിസയൊക്കെ അവന് ശരിയാക്കി കൊടുത്തു. പക്ഷേ കർത്താവ് അതിനേക്കാൾ മുമ്പ് വലിയ വിസ അവനെ ഒരുക്കി അവനെ കൊണ്ടുപോയി. കർത്താവിൻ്റെ കരുണയുടെ ദിവസം അവൻ അത്താഴമൊക്കെ കഴിച്ച് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ കഴുത്തലൊരു അച്ഛൻ കൊടുത്ത കൊന്തയുണ്ടായിരുന്നു. ആ കൊന്ത ഇങ്ങനെ പിടിച്ചുകൊണ്ട് അവൻ ദിവസം കിടന്നുറങ്ങണത്. പക്ഷേ അവൻ മരിക്കാൻ നേരത്ത് അവൻ കൊന്തയും കുരിശും കൂടെ എടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് കർത്താവ് വിളിച്ചപ്പോൾ അവൻ അമ്മയുടെ തിരുശിശിപ്പായ കൊന്തയുമായി ആ ദിവസം അവനങ്ങ് ആ കർത്താവിൻ്റെ കരുണയുടെ ദിവസം കർത്താവായ ഈശോയുടെ കരങ്ങളിലേക്ക് പോവുകയാണ് ചെയ്തത്. അവൻ്റെ പേര് അബ്രഹാം എന്നായിരുന്നു. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. പക്ഷേ അവൻ്റെ മരണവാർത്ത അറിഞ്ഞുകൊണ്ട് വീട്ടിലറിഞ്ഞിട്ട് 2 ദിവസമായിട്ടും എന്നോടൊന്നും പറഞ്ഞില്ല. കാരണം ഞാനും അവനും തമ്മിൽ അമ്മയും അവനുമാണെങ്കിൽ ഭയങ്കര സ്നേഹവും ബന്ധവുമായിരുന്നു. അത് കാരണം വീട്ടുകാർക്ക് എന്നോട് എങ്ങനെ പറയണമെന്നറിയാൻ വയ്യായിരുന്നു. എൻ്റെ ഭർത്താവും അവൻ്റെ ചേട്ടനും ഒക്കെ എങ്ങനെ പറയണമെന്നറിയാണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ 12 മക്കളാണ്. എൻ്റെ സഹോദരന്മാർ 2 പേര് അച്ഛന്മാരാണ്. അതിലൊരു അച്ഛൻ മതിച്ചു എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി നമ്മുടെ ഉണ്ണിക്ക് എന്തോ ആക്സിഡൻറ്റ് പറ്റി അവൻ ആശുപത്രിയിലാണെന്ന്, അവൻ ഐസിയുലാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ നിന്ന് ചോദിച്ചു, കർത്താവ് അവനെന്താണ് പറ്റിയതെന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞു, കർത്താവിൻ്റെ സ്വരം ഞാൻ കേട്ടു, അവൻ എൻ്റെ അടുക്കലുണ്ട്, വിഷമിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ആ വാക്കുകൾ എന്നെ ഒരുപാട് ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. എൻ്റെ അടുക്കലല്ലേ ഉള്ളത്, കർത്താവിൻ്റെ അടുക്കലുണ്ടായിരുന്ന മകനെ. അപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ വഴി സത്യവും ജീവനും ഞാനാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എൻ്റെ മകൻ കർത്താവിൻ്റെ പക്കൽ ജീവിക്കുന്നെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ കല്യാണം നടത്തി തന്ന അവനെ അവിടെ നിന്ന് 11ാമത്തെ ദിവസം ദുബായിൽ നിന്ന് കൊണ്ടുവരികയും അവന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് പറഞ്ഞാൽ എന്ത് ഭംഗിയായിട്ട് നടത്തുന്ന സർവശക്തനായ തമ്പുരാനെ ഹൃദയം നിറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അടുത്ത സുനിൽ അഗസ്റ്റിൻ. മോളൂടെ അങ്ങോട്ട് ചെല്ലുക, മകള് അമ്മയുടെ കൂടെ അച്ഛനെ തൊട്ടില്ല. സുനിൽ അഗസ്റ്റിൻ. എൻ്റെ പേര് സുനിൽ അഗസ്റ്റിൻ, എഴുപുന്ന നീണ്ടകരയിൽ നിന്ന് വരുന്നു. എൻ്റെ സാക്ഷ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സാക്ഷ്യമാണ്. ഞാൻ 18 വർഷമായി ഭയങ്കര മദ്യപാനമായിരുന്നു എനിക്ക്. എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി ഈ പ്രാർത്ഥന ചെല്ലുകയും എൻ്റെ ഫലമായി എനിക്ക് പൂർണ്ണമായിട്ടും 14 മാസമായിട്ട് ഞാൻ മദ്യം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. പിന്നെ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ സഹോദരിക്കും ഉടമ്പടി മറ്റേ പത്രം വെച്ച് നമ്മുടെ ഇവിടുത്തെ പത്രം വെച്ച് സൗഖ്യമുണ്ടായി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. റാണി തോമസ് കുർപ്പശ്ശേരി. ഇത് അച്ഛൻ മെസ്സേജിൽ പറഞ്ഞ കാര്യമാണ്. എൻ്റെ പേര് റാണി തോമസ്, മുപ്പത്തടത്തിൽ നിന്ന് വരുന്നു. എനിക്ക് കാല് തളർന്ന, ശരീരം ഒരു വശം തളർന്ന ആളായിരുന്നു. അത് നേരത്തെ ആരും കൂടി മാറിയതാണ്. ഇവിടെ വന്നപ്പോൾ ഞാൻ കാലിങ്ങനെ എടുത്തെടുത്ത് വെച്ചിട്ടാണ് നടക്കണമായിരുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞായിരുന്നു ഇടത് കാലിന് ബലം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് ഞരമ്പിൻ്റെ അസുഖം കൊണ്ടാണെന്ന് അച്ഛനെ വിളിച്ചു പറഞ്ഞു. അത് ഞാനാണ്. പിന്നെ എനിക്കിവിടെ വന്നപ്പോൾ ഉപവാസ ധ്യാനം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞാൽ ഉപവാസ ധ്യാനമാണെന്ന്. അപ്പോൾ എനിക്ക് ഉപവസിക്കാൻ പറ്റില്ല, കുറേ ഗുളിക കഴിക്കുന്നുണ്ട്. അപ്പോൾ ഉപവസിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു.
ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് മടുപ്പാണ് തോന്നിയത്. പക്ഷേ ആ ഗേറ്റ് കടന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വേളാങ്കണ്ണിയിൽ നിൽക്കുമ്പോഴുള്ള മുല്ലപ്പൂവിൻ്റെയും പിച്ചിപ്പൂവിൻ്റെയും മണം കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ മാതാവിന് നല്ല സാന്നിധ്യം ഉണ്ടെന്ന്. അതിനുശേഷം ഇവിടെ ഹാളിൽ കയറി ഞങ്ങൾ ഇരുന്നപ്പോൾ തന്നെ അച്ഛൻ ഒരു ബ്രദർ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കിങ്ങനെ വെള്ളം മേത്ത് വീഴുന്ന അനുഭവം ഉണ്ടായി. അപ്പം ഞാൻ വിചാരിച്ച് നമ്മൾ ബ്ലെസ് ചെയ്തുകൊണ്ട് പോകണമെന്ന് വെച്ച് കണ്ണൂർ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. അതിനുശേഷം ആ കണ്ണ് ജപമാലയിൽ മാതാവ് ലൈറ്റ് നീല ഉടുപ്പും ചുമന്ന ഷാളും ഇട്ട് എല്ലാ ഗ്രൂപ്പിനെയും സന്ദർശിക്കുന്നത് കാണാൻ സാധിച്ചു. പിന്നെ ജപമാല തുടങ്ങിയപ്പോൾ മുതൽ ഒരു പകുതി മുക്കാൽ ഭാഗവും ഞങ്ങളുടെ ഗ്രൂപ്പിൽ 2 പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ശരിക്കും നല്ല കുന്തിരിക്കും. ഇപ്പോഴുള്ള കിട്ടുന്ന കുന്തിരിക്കൊക്കെ മണമില്ലാത്ത, പക്ഷെ അത് നല്ല കുന്തിരിക്കത്തിൻ്റെ മണം ഉണ്ടായിരുന്നു. കുറേ മെഴുകുതിരികൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആന്തലിലുണ്ടാകുന്ന ഒരു മണം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കൂടുതലായിട്ട് ആത്മീയ സന്തോഷം കിട്ടി. ഞാൻ ഒത്തിരി കരഞ്ഞാണ് ഇവിടെ വന്നത്. പക്ഷേ ഇപ്പോൾ എനിക്കൊരു മനസ്സിന് നല്ല സന്തോഷമാണ്. ഈശോ എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി തരും. പിന്നെ എനിക്ക് ക്ലാസ്സിൽ നിന്നൊരു ബോധ്യം കിട്ടിയത്, നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും കിട്ടിയില്ലെങ്കിൽ നിരാശയാണല്ലോ. അപ്പോൾ അത് അച്ഛൻ പറഞ്ഞായിരുന്നു, നമുക്ക് സ്വർഗത്തിൽ പോകാനുള്ള സ്റ്റോക്കായിട്ട് സമ്മാനമായിട്ട് വെക്കുമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ആശ്വാസമായി. ഇപ്പം എനിക്ക് എന്ത് സങ്കടം വന്നാലും ഈശോയെ എനിക്ക് തരുന്നത് എനിക്ക് സന്തോഷിക്കാനുള്ള വകുപ്പാണെന്നാണ് മനസ്സിലാക്കി. ഈശോയ്ക്ക് നന്ദി. പ്രൈസ് ദി ലോർഡ്. ഈ പറയുന്നവർ എല്ലാം ഇവിടെ ഇങ്ങോട്ട് വന്ന് ഇരിക്കുക. അന്നമ്മയം മാങ്കുര ഹൗസ് അവിടെ ഇരിക്കുക. ഇപ്പം വിളിക്കാം. ഗ്രേസി ജെറോ, ബിന്ദു ഇഗ്നേഷ്യസ് അവരിവിടെ വന്നിരിക്കുക. കുര്യാക്കോസ് ജെ, അൽഫോൺസ അബ്രഹാം, അന്നായം എൻ്റെ പേര് അന്ന. മുപ്പത്തടുത്തുനിന്ന് വരണം. ഞാനിവിടെ വരാൻ സാധിച്ചത് വലിയ മാതാവിൻ്റെ കൃപയാണ്. എൻ്റെ ദേഹം മുഴുവൻ പൊട്ടിപ്പഴുക്കുന്ന ഒരു അസുഖമുണ്ട്. ഞാൻ 9 വർഷമായി ശരീരം മുഴുവൻ കഴുത്തി 9 വർഷമായി ശരീരം മുഴുവൻ പൊട്ടിപ്പടിക്കുന്ന അസുഖമാണ്. ശരീരം മുഴുവൻ ദേഹം ഒട്ടിപ്പിടിക്കും വസ്ത്രം ഇട്ടാൽ. ഇവിടെ വന്ന് 4 ദിവസം സാരി ഉടുത്തിരുന്നു. ഇത്രയും ദിവസം ദൈവത്തിൻ്റെ മാതാവിൻ്റെ കൃപ കൊണ്ട് അത് മാറ്റി തന്നേക്ക് 4 ദിവസം. പള്ളിയിലെ ആശുപത്രിയിലല്ലാണ്ട് ഒരിടത്തും ഞാൻ പോകില്ല. അത് സുഖമുണ്ടെങ്കിൽ അത് എൻ്റെ മോളുടെ കൂടെയാണ്. ഇത് ഞാൻ മാതാവിൻ്റെ കൃപയായിട്ട് എൻ്റെ മോളില്ലാതെ എന്നെ വിട്ട് മാതാവിനെ ഏൽപ്പിച്ച് ആ അസുഖമെല്ലാം കുറഞ്ഞു തന്നേക്കാണ്. ഇപ്പം ദേഹത്തിന് ഇന്നലെ അച്ഛൻ്റെ ക്ലാസ്സിൽ പെട്ടെന്നൊരു കുളിര് പോലെ തോന്നി ദേഹത്ത്. ഇന്നലെ അച്ഛൻ്റെ ക്ലാസ്സിൽ നല്ല ശരീരത്തിനൊരു കുളിർമ തോന്നി. ഇന്നും ദേഹത്തൊന്നും ഒരു അസുഖവും ഇതുവരെ ഇല്ല. കൂമ്പി നിറഞ്ഞ് പഴുത്തിട്ട് വേദന സഹിക്കാൻ മേലെ കരയണം. പേപ്പർ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഇതിനു മുമ്പ്. അത് കഴിഞ്ഞ് എൻ്റെ അനിയത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അനിയത്തിക്ക് പെട്ടെന്ന് ബോധക്കെട്ട് വീണ് പിക്സ് വന്ന് ഒരാശുപത്രി കൊണ്ടുവന്ന് രക്ഷയില്ല എന്ന് പറഞ്ഞ് ഐസിയിലാക്കിയിട്ട് എവിടെ 2ാമതൊരു ആശുപത്രി കൊണ്ട് അവിടെ വെച്ചും പറഞ്ഞ് രക്ഷയില്ല, എല്ലാവരെയും അറിയിച്ചോളാൻ പറഞ്ഞ്. അപ്പം ഞാൻ എന്നെ കൊണ്ടുപോകില്ല, ദേഹം പൊട്ടിപ്പഴുത്തിരിക്കണമുണ്ട്. എന്നാലും ഞാൻ നിർബന്ധിച്ച് കാറിൽ അവരുടെ കൂടെ ചെന്ന് പേപ്പർ വെച്ച് അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ട് വേറെ ആശുപത്രിയിലേക്ക് ആംബുലൻസ് കയറ്റുന്ന സമയത്ത് കാലിലൊന്ന് മുട്ടിച്ച് പേപ്പർ ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ അനിയത്തിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടുകയാണെങ്കിൽ ഇവിടെ വന്ന് സുഖപ്പെട്ട് കിട്ടണേ മാതാവേ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് പൂർണ്ണ സൗഖ്യം കിട്ടിയിരിക്കുക. ഈ കൈ ഇപ്പം സൗഖ്യം കിട്ടി. ദയവ് ചെയ്ത് അമ്മച്ചിയുടെ നല്ല സാക്ഷ്യമായിരുന്നു. പക്ഷേ അത് വ്യക്തമാകാൻ സാധിക്കാത്ത പറഞ്ഞ മൈക്ക് അടുപ്പിച്ച് വെച്ച് പറയാത്തതുകൊണ്ടാണ്. നിങ്ങൾ പേര് പറയുക, സ്ഥലപ്പേര് പറഞ്ഞിട്ട് മൈക്ക് അടുപ്പിച്ച് വെച്ച് വ്യക്തമായിട്ട് പറയുക. റോസി സുനിൽ പിന്നെ രജിസ്ട്രേഷൻ കൗണ്ടറിലേക്ക് ചെല്ലുക. അത് വിളിച്ചു അത് കൊടുത്തു. ഗ്രേസി ജെറോ. എൻ്റെ പേര് ഗ്രേസി, സ്ഥലം മുപ്പത്തട. ഞാൻ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ എൻ്റെ മോള്
ഭയങ്കരമായിട്ട് എന്നെ നിർബന്ധിക്കുന്നതാണ് അമ്മ കൃപാസനത്തിൽ പോയി ഒരു ധ്യാനം കൂടമ്മയെന്നും പറഞ്ഞ്. കാരണം എൻ്റെ ശരീരം മുഴുവൻ, ഞാൻ ഒരു 30 വയസ്സായപ്പോൾ മുതൽ എൻ്റെ ശരീരം മുഴുവൻ കറുത്തു തുടങ്ങി. എന്നെ കണ്ടിട്ടുള്ളവരെല്ലാവരും ചോദിക്കാറുണ്ട് ഇതെന്ത് പറ്റി, കണ്ടാൽ അറിയില്ലല്ലോ എന്ന്. അപ്പോൾ എൻ്റെ ശരീരത്ത് മുഴുവൻ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ചൊറിച്ചിൽ, ഭയങ്കര ചൊറിച്ചിലുമാണ്. അപ്പോൾ ആ അനുഭവം തന്നെ എൻ്റെ മകൾക്കും ഉണ്ട്. അവളുടെ ശരീരം മുഴുവൻ നല്ല വെളുത്തതായ കാരണം കറുത്ത് കരിവാളിച്ച് എൻ്റെ കാലയിലൊക്കെ ഉള്ളതുപോലെ വട്ടത്തിൽ കറുത്ത പാടുകളാണ്. ഇപ്പോൾ അവളുടെ മകളുടെ ശരീരത്തും ചൊറിച്ചിലുകളാണ്. അവൾക്ക് സോക്സൊക്കെ ഇട്ടുകൊണ്ട് ക്ലാസ്സിൽ പോകാനൊന്നും പറ്റണില്ല. അപ്പോൾ അവൾക്ക് ഇവിടെ വരാൻ പറ്റില്ല. അവൾ അമ്മായിയപ്പനും ഉണ്ട് അവിടെ, ഭർത്താവ് ഇവിടെ ഇല്ല. അപ്പോൾ അവൾക്ക് ഇവിടെ വരാൻ പറ്റില്ല. അപ്പം അവളുടെ ഈ ബുദ്ധിമുട്ട് ഈ കൊച്ചിൻ്റെ കാലയിലൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴാണ് അമ്മ പോയി പ്രാർത്ഥിക്കമ്മേ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ നിർബന്ധിക്കുന്നത്. പക്ഷേ എനിക്ക് ഹാർട്ട് ഓപ്പറേഷൻ, ഈ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതാണ്. അപ്പോൾ അത് കാരണം എനിക്ക് ഒറ്റയ്ക്ക് പോരാൻ എനിക്ക് മടി. എൻ്റെ മോൻ വിളിക്കുമ്പോഴും ഞാൻ ഇവിടെ പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ വിളിച്ച് വഴക്ക് പറയും. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ വരാതെ മടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസം ഈ ഇവിടുത്തെ പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ മാതാവിൻ്റെ ഫോട്ടോ ആയിരുന്നല്ലോ ഫ്രണ്ടിലെ, ആ മാതാവിൻ്റെ ഫോട്ടോത്തിലേക്ക് എനിക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവം, എനിക്ക് അവിടെ ഒന്ന് പോകാൻ എന്താണ് മാർഗം എന്ന് വിചാരിച്ച് ഞാൻ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാം. അതിൽ കൊടുത്തിരിക്കുന്ന ആ പ്രാർത്ഥന ചൊല്ലും, വിശ്വാസ പ്രമാണം, സ്വർഗസ്വനായ ചൊല്ലും എല്ലാം ഞാൻ ചെല്ലാറുണ്ട്. പക്ഷേ ഞാൻ എങ്ങനെ അവിടെ എത്തും, എനിക്കൊന്ന് പോകണം എന്നൊരാഗ്രഹം വന്നിട്ട് യാതൊരു നിവൃത്തിയില്ല. പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു തിങ്കളാഴ്ച ദിവസം പള്ളിയിൽ കുർബാനയും കഴിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ റാണിയും പിന്നെ ഇപ്പം എൻ്റെ കൂടെ വന്നേക്കണ ഈ റാണിയും അന്നമ്മ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് അപ്പം അട്ടപ്പാടിയിൽ ഇത്തവണ വണ്ടി പോകില്ല, മഴയാണ് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇവിടെ ദൈവം അനുഗ്രഹിച്ച് ഈ ചൊവ്വാഴ്ച ഇവിടെ വരാൻ പറ്റി. ഈ ചൊവ്വയും ബുധനും എനിക്ക് യാതൊരു അനുഭവം തോന്നിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഒരനുഭവം ഇല്ലല്ലോ എന്ന്. പക്ഷേ ഇന്നലെയും മിനിയാന്നും ഞാൻ കണ്ടത് മുഴുവൻ ഈ മാതാവ്, ഇതേപടി മാതാവ് ഇറങ്ങി വന്നിട്ട് ഈ ഭാഗത്ത് ആരുടെയോ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. പിന്നെ കർത്താവ് ഇറങ്ങി വന്നിട്ട് ആളുകളുടെ ഇടയിൽ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുകയാണ്. അങ്ങനെ എനിക്ക് അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കണ്ണിന് കാഴ്ചയില്ല. അപ്പോൾ എൻ്റെ കണ്ണിന് കാഴ്ചയില്ല, എനിക്ക് ബൈബിൾ വായിക്കണ്ടേ ദൈവമേ എന്നൊക്കെ വിചാരിച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ രക്തത്തിൽ കുളിച്ച കർത്താവിൻ്റെ ഈ കഴുത്ത് ഭാഗം മുതലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ കർത്താവ് ഇങ്ങനെ കണ്ണ് തുറന്നിട്ട് എന്തോ ഇങ്ങനെ എഴുതണതായിട്ട് ഞാൻ കണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്നാ പോയി എഴുതണത് എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഇവിടെ നിന്ന് മേടിക്കുന്ന എണ്ണ ആയിരിക്കുള്ളൂ എന്ന് വിചാരിച്ച്. പിന്നെ ഇന്ന് ഈ ആൾത്താരം മുഴുവൻ കർത്താവും മാതാവും ഉണ്ണിയും പുണ്യാളന്മാരും ഇവരെല്ലാവരും ഇങ്ങനെ ആൾത്താരം മുഴുവനും നിൽക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ഈ അനുഗ്രഹം എനിക്ക് തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ബിന്ദു ഇഗ്നേഷ്യസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കഴിഞ്ഞ ജനുവരി 15-ാം തീയതി എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. എൻ്റെ വലത് കൈ ഒടിഞ്ഞു. അത് 5 പീസായി പോയായിരുന്നു. സ്കിന്നിൽ ചുറ്റി കിടക്കുമായിരുന്നു. ഞായറാഴ്ച ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ശനിയാഴ്ചയാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടറിന് പോലും ഉറപ്പില്ലായിരുന്നു എൻ്റെ കൈ പൊങ്ങും അനങ്ങും എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വശ ഇല്ലാത്തതുപോലെയാണ് എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത്. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ ഡോക്ടർ വന്നു കൈ അനക്കാവോ എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്കൊന്നും അറിയത്തില്ല, കൈ ഉണ്ടെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ മോൻ കൊണ്ടുവന്ന് മമ്മി എപ്പോഴും ജപമാല ചെല്ലുന്നതല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് മമ്മിക്ക് ഇപ്പോൾ ജപമാല ചെല്ലാൻ പറ്റുന്നില്ല, ജപമാല എടുത്ത് ചെല്ലിക്കാന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഞാൻ പറഞ്ഞു എൻ്റെ കൈ ശരിയാവുക, ഒത്തിരി ചെല്ലിയതല്ലേ, എൻ്റെ കൈ ശരിയാവുകയാണെങ്കിൽ ഞാൻ ഇനി ചെല്ലുന്നുള്ളൂ. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ സ്വന്തം കാര്യം നോക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ മരിയൻ ദിവസം ഒന്ന് കൂടിക്കോളാമെന്ന്. അങ്ങനെ ഞാൻ വന്നതാണ്. ഇപ്പോൾ 6 മാസമായി ചെയ്തിട്ട്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഉപവാസം എടുത്ത് തന്നെയാണ് ഞാൻ പ്രാർത്ഥനയെല്ലാം കൂടിയത്. കൈവെപ്പ് പ്രാർത്ഥനയുടെ സമയത്ത് ആ മകളുടെ തലയിൽ എനിക്ക് ഈ കൈ പൊക്കാൻ പറ്റും, എന്നാലും ഒരു ടൈം വരെയുള്ളൂ. അത് കഴിയുമ്പോൾ നേരെ താഴേക്ക് പോകുമായിരുന്നു. ആ മകളുടെ തലയിൽ ഞാൻ കൈവച്ചിട്ട് അച്ഛൻ അറിഞ്ഞ് എത്ര കൈ താഴെ ഇറക്കുന്നെന്ന് പറയുന്ന സമയം വരെ
എനിക്ക് ആ കൈ വെക്കാനും പറ്റി. അല്ലെങ്കിൽ എനിക്ക് ഈ കൈ റോഡിട്ടേക്കണോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞ് ഞാനിതൊന്നും ചെയ്തില്ല. ജപമാല മാത്രമേ ചൊല്ലിയുള്ളൂ. ഞാനിത് 3-ാമത്തെ മരിയൻ ദിവസമാണ് ഞാൻ കൂടുകയും ചെയ്യുന്നത്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദയവ് ചെയ്ത് സാക്ഷ്യം പറയുന്നവർ, നമ്മൾ പറയുമ്പോഴെപ്പോഴും മൈക്കിലൂടെ പറഞ്ഞെങ്കിൽ മാത്രമേ പുറകിലിരിക്കുന്നവർക്ക് വ്യക്തമായി കേൾക്കാൻ സാധിക്കുള്ളൂ. നല്ല സാക്ഷ്യങ്ങൾ പറയുമ്പോഴും അത് കേൾക്കാൻ പറ്റാതെ പോകുന്നു. കുര്യാക്കോസ് ജെ അടുപ്പിച്ച് പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ തകഴിയിൽ നിന്ന് വരികയാണ്. എൻ്റെ പേര് കുര്യാക്കോസ്. എൻ്റെ ഫാമിലിയുണ്ട്. എനിക്ക് ഇന്നലെ ഭയങ്കരമായ ഒരു വേദന ഇവിടെ വന്ന്, ബ്രസ്റ്റ് വേദനയാണെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മാറി. പിന്നെ ഇന്നലെ എനിക്ക് ജപമാലയില്ലേ, ഇപ്പോൾ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു, അത് മാറി. സ്തോത്രം. അൽഫോൺസ് അബ്രഹാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് അൽഫോൻസ്. ഞാൻ പുന്നപ്രയിൽ നിന്ന് വരുന്നു. ഞാനിപ്പോൾ 4 മാസം പ്രഗ്നൻ്റാണ്. 1.5 മാസം ആയപ്പോഴത്തേക്കും ഭയങ്കര ചുമയും ശ്വാസം മുട്ടലുമായിരുന്നു. ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ ധ്യാനം കൂടിയാക്കാൻ നേർന്നതിൻ്റെ ഫലമായിട്ട് എൻ്റെ ചുമയും ശ്വാസം മുട്ടലും പൂർണ്ണമായും മാറി. 1.5 മാസമായിട്ട് ഞാൻ ചൂടുവെള്ളത്തിലാണ് കുളിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വന്ന് വെളുപ്പിനെ തണുത്ത വെള്ളത്തിൽ കുളിച്ച് ഇതുവരെ ഒരു ചുമ പോലും ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡ് 2-3 മാസം മുമ്പ് മരിക്കുകയുണ്ടായി. എനിക്ക് ഒത്തിരിയേറെ പ്രയാസമുണ്ടായി. പക്ഷേ മാതാവിൻ്റെ വലിയൊരു അഭിഷേകത്താൽ എല്ലാം താങ്ങി നിൽക്കാനുള്ളൊരു കൃപ എനിക്ക് കിട്ടി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. റോസി സുനിൽ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് റോസി സുനിൽ. ഞാൻ എഴുപുന്ന നീണ്ടകരയിൽ നിന്ന് വരുന്നു. എനിക്ക് ഇവിടെ 3-ാം ചൊവ്വാഴ്ച പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ എനിക്ക് മൂത്രം പോകുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു. ഞാൻ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടിയിലൊരു പത്രം ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ആ പത്രത്തിൽ നിന്ന് അല്പം എടുത്ത് ഞാൻ കഴിച്ചു. കുറച്ചുകൂടി ദൂരം ചെന്നപ്പോൾ പിന്നെ വീണ്ടും ഞാൻ അല്പം കൂടി എടുത്ത് കഴിച്ചു. പക്ഷേ വീട്ടിൽ ചെന്നപ്പോൾ വേദന പൂർണ്ണമായും മാറി. പിന്നെ ഈ തപസ് ധ്യാനത്തിൽ വെച്ച് അച്ഛൻ ഇടത് കാൽമുട്ടിൻ്റെ ചിരട്ട തെറ്റുന്ന ഒരനുഭവം പറഞ്ഞു. അപ്പോൾ എൻ്റെ കാൽമുട്ടിൻ്റെ ചിരട്ട ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെറ്റുമായിരുന്നു. അതിനും സൗഖ്യം കിട്ടി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. റോഷൻ ടി. എൻ്റെ പേര് റോഷൻ. ഞങ്ങൾ ബേസിക്കലി ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ നിന്നാണ്. ഞാനിപ്പോൾ ബാംഗ്ലൂർ വർക്ക് ചെയ്യുക. മറിയൻ തപസ്സിനെ കുറിച്ച് അറിഞ്ഞ് ഇവിടെ വന്നതാണ്. മറിയൻ തപസ്സിൽ എനിക്ക് കുറേ വർഷം കൊണ്ട് അലർജി ഉണ്ട്, സ്നീസിങ് പ്രോബ്ലം. എന്ത് ഡസ്റ്റ് ചെറുതായിട്ട് ക്ലൈമറ്റ് ഒന്ന് ചേഞ്ച് ആയാലും ഡസ്റ്റ് അലർജി ഉണ്ട്. പിന്നെ ഞാനൊരു ലീഡ് ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ എവിടെ പോയാലും എനിക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അലർജി ആയിട്ട് ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് അതിൻ്റെ കൂടെ അലർജി അല്ലാതെ തുമ്മലിൻ്റെ കൂടെ തന്നെ ഞാൻ അറിയാതെ അത് ഒരു ഹയർ ഏജിൽ വരുന്ന പ്രോബ്ലമാണ്. അറിയാതെ തന്നെ യൂറിൻ പാസ്സാവും എനിക്ക്. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എവിടെ ലീഡ് ഓഡിറ്ററായിട്ട് പോയാലും അന്നത്തെ ഓഡിറ്റ് ക്യാൻസൽ ചെയ്യണം, അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം എടുക്കണം. അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മിനിഞ്ഞാന്ന് അച്ഛനെ അഡോറേഷൻ്റെ സമയത്ത് എനിക്കതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് തോന്നി. ആ 2 minutes ഒരു ഇലക്ട്രിക് ഷോക്ക് പോലെ ആ ഒരു ഗ്രേറ്റ് ബ്ലെസ്സിങ് ആയിട്ട്. പിന്നെ ഇന്നലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് സ്നീസിങ് ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ എൻ്റെ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും ശ്രദ്ധിച്ചു കാണും. പക്ഷെ ഒരു ഡ്രോപ്പ് പോലും ഇല്ലായിരുന്നു. അത് മാതാവ് പ്രൂവ് ചെയ്യാൻ വേണ്ടി, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആയെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി തന്നെ ഇന്നലെ എനിക്ക് അങ്ങനൊരു ഇത് ഉണ്ടായതായിരുന്നു. അത് ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് ഞാൻ തീരുമാനിച്ച്, എൻ്റെ മനസ്സിൽ തീരുമാനിച്ച ഉടനെ തന്നെ എൻ്റെ സ്നീസിങ്ങും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പായി. ഐ എം റിയലി താങ്ക്ഫുൾ ടു ഗോഡ് ആൻഡ് ആവേ മറിയ. പ്രൈസ് ദ ലോർഡ്. താങ്ക് യു. ഇനി ആരും സാക്ഷ്യമില്ല. അനിയത്തെയും കൂടെ വിളിച്ച് അവിടെ വന്നു.
സഹോദരങ്ങളെ, ഇപ്പോൾ നേർച്ച വസ്തു എങ്ങനെ ഉപയോഗിക്കണം, തിരി എങ്ങനെ ഉപയോഗിക്കണം, ഉപ്പ് എങ്ങനെ ഉപയോഗിക്കണം, തേൻ എങ്ങനെ ഉപയോഗിക്കണം, പത്രിക എങ്ങനെയാണ്, അത് എന്തൊക്കെ ചെയ്യണം. ഇനി പത്രിക മേടിക്കാനുള്ളൊരു മേടിച്ചിട്ട് 25 മേടിച്ചാൽ അവിടെ നിന്ന് ഒരു നീല, പിന്നെ മഞ്ഞ കിട്ടും 50. നമുക്ക് ഇനി മേടിക്കാത്തൊരു പത്രത്തിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മേടിച്ചിട്ട് തമ്പുരാൻ്റെ പേരിൽ ശുശ്രൂഷ ചെയ്യേണ്ട ആഗ്രഹമുള്ളവർക്ക് പത്രിക ഇനി മേടിച്ചുകൊണ്ട് വേണം പോകാനായിട്ട്. പച്ചമ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തെക്കുറിച്ച് ഇപ്പോൾ പറയും.